ജാതി സെൻസസ് ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒരു ദീർഘകാലമായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് കാലത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള പ്രചാരണം ശക്തമാക്കി ഇപ്പോഴും അത് ശക്തമായി തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാതി സെൻസസ് നടപ്പിലാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ജാതി സെൻസസിൻ്റെ പേരിൽ രാജ്യത്തുള്ള ആൾക്കാരെ വേർതിരിച്ച് നിർത്തി കലാപത്തിലേക്ക് കൊണ്ടുപോകുന്നതിനകത്ത് പ്രശ്നമുണ്ട്. അങ്ങനെ കലാപം സൃഷ്ടിക്കാനുള്ള കലാപ സൃഷ്ടി തന്നെയാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ടൂൾ കിറ്റിൻ്റെ ഉദ്ദേശം. ഏറ്റവും അവസാനം അദ്ദേഹം അമേരിക്ക നിൽക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ അറിഞ്ഞോ അറിയാതെയോ DK ശിവകുമാറുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ട്. ഇവരെല്ലാം സന്ദർശിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന ഒബാമ, മുൻ പ്രസിഡന്റ് ഒബാമ, അതുപോലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കമല ഹാരിസ്, ഇവരെല്ലാം ട്രംപ് നേരത്തെ പറഞ്ഞാൽ ഇവരാണല്ലോ ഡീപ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. സോറസ് ഉണ്ട്, സാം പിത്രാഡോ ഉണ്ട്, അവരുമായിട്ടൊക്കെ അതൊക്കെ അദ്ദേഹവും ഇതിൻ്റെ ആളാണെന്ന് അനൗദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പോട്ട് അമേരിക്ക സന്ദർശനം. ഒരുപക്ഷെ അമേരിക്കൻ സന്ദർശനം പോലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ മുദ്രാവാക്യത്തിന് ഒരു പുതിയ ടൂൾ കിറ്റുമായിട്ട് വരുന്നതിന് വേണ്ടി ആകാം. കാരണം നമ്മൾ ഇത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു പറച്ചിൽ വന്നിരിക്കുന്നത്. ട്വിറ്ററിൽ ആഗസ്റ്റ് 25-ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം നേരത്തെ 2024 ഫെബ്രുവരിയിൽ ജാതി സെൻസസിനെ പറ്റി ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ 51% പേര് വേണം എന്ന് പറഞ്ഞിടത്ത് അത് മറികടന്ന് ഈ ആഗസ്റ്റ് 25-ന് അത് 74% പേരിലേക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹം മോദിയോട് പറഞ്ഞിരിക്കുന്നത്, മോദി ഒളിച്ചോടാൻ ശ്രമിക്കേണ്ട, ഇത് 90% 100% ആൾക്കാർ ഈ ആവശ്യമായിട്ട് വരും, അത് നടപ്പാക്കിയേ മതിയാകത്തുള്ളൂ എന്ന് മോദിയോട് പറയുന്ന രീതിയിൽ ഹിന്ദിയിൽ ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ രാജ്യം മോദി ഭരിക്കുന്നത് ഹിന്ദുത്വ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിനകത്ത് വിഘ്നം ഉണ്ടാക്കുന്നതിനകത്ത് ഒരു കാര്യം, അപ്പം അത് ഇലക്ഷനെ ബേസ് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു വിഘടന സ്വഭാവം ഏറ്റെടുത്താൽ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കാതെ വരും. ജാതിയുടെ പേരിൽ 3000-4000 ജാതിയുള്ള ഒരു രാജ്യമായത്. ആ രീതിയിലൊരു വിഘടന സ്വഭാവം ഉണ്ടാവുകയും അങ്ങനെ ഒരു വിഘടന സ്വഭാവം ഉണ്ടായാൽ ആ വോട്ട് ഭിന്നിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്, അത്തരത്തിൽ വിഘടന സ്വഭാവത്തോടു കൂടി ഒരു രാജ്യത്തെ ജനങ്ങൾ നിന്നാൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ അത് ബാധിക്കും. എന്നും സംഘർഷങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണല്ലോ അടുത്ത രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മ്യാൻമറിലായാലും ബംഗ്ലാദേശിൽ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, പാകിസ്ഥാനിലെ അവരുടെ ആഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഈ രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകാത്ത രീതിയിലുള്ള ഒരു മുദ്രാവാക്യമായിട്ട് ഇത് ഊതി പോച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ ഇത് ഒരു കലാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും അവസാനം ഇപ്പോൾ ജാതി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബന്ധു കടന്നവരുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നു. OBC വിഭാഗക്കാർക്കാണ് സംവരണം കൊടുക്കേണ്ടത് ഇന്ത്യയിൽ. അവർക്ക് സംവരണം ഭരണഘടന പറയുന്ന അനുസരിച്ച് അവരതിന് അർഹതപ്പെട്ടവരാണ്. പക്ഷേ അവരിൽ തന്നെ ജാതിക്കകത്ത് ഉപജാതിയുണ്ട്. ഒരു ജാതിക്കകത്ത് ആ ജാതിക്കകത്തെ സമ്പന്നരും അതിനകത്ത് ഏറ്റവും മോശത അനുഭവിക്കുന്ന ഉപജാതികളുണ്ട്. അപ്പം അത്തരത്തിൽ ഉപജാതികളുണ്ടെങ്കിൽ അവരുടെ സംവരണം കൂടുതലായിട്ട് പരിഗണിക്കാനുള്ള അധികാരം അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നത്. ഏറ്റവും നല്ല വിധി, അതായത് സംവരണം ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചാണ് രാഹുൽ ഗാന്ധി അന്ന് പ്രസ്താവന ഇറക്കിയത്. സംവരണം അട്ടിമറിക്കാൻ സുപ്രീം കോടതി ശ്രമിക്കുന്നു, സുപ്രീം കോടതിയെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിവാസി ദളിത് സമൂഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുതിയ സംഘടന ഉണ്ടായിട്ട് ഈ സംഘടന ഒരു ബന്ധം നടത്തുകയും അത് ബീഹാർ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ അക്രമാസക്തമാവുകയൊക്കെ ചെയ്തു. അപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം ജനങ്ങളുടെ ഇടയിലേക്ക്, ഇത് ജനങ്ങളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ പുരോഗതിയുടെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനതയെ ഭിന്നിപ്പിച്ച്, ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പം നടന്നത്.
ജാതിയുടെ പേരിൽ തന്നെയാണല്ലോ ഒരു കോടതി വിധി വന്നു. ആ കോടതി വിധി അംഗീകരിക്കാതിരിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിന് സാധിക്കാതെ വരുന്നു. ആ രാജ്യം കോടതി വിധി ആയതുകൊണ്ട് അതിനെ മറികടക്കാൻ പറ്റാതെ വരുന്നു. അപ്പം ജനങ്ങൾ റിട്ട് കൊടുക്കുന്നു. കോടതിയിൽ നിന്ന് വീണ്ടും അനുകൂലമല്ലാത്ത വിധി വരുന്നു. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടി തുടങ്ങുന്നു. ആ രാജ്യം അട്ടിമറിക്കപ്പെടുന്നു. അപ്പം ആ കോടതി പ്രക്ഷോഭം ആരംഭിച്ചതിന് ശേഷം പ്രക്ഷോഭം രൂക്ഷമാണെന്ന് കണ്ടുകൊണ്ട് കോടതി അവർക്ക് അനുകൂലമായിട്ട് ഒരു വിധി വന്നിറക്കുകയും ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം ഈ ജാതിയും മതവും ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സംവരണമല്ല, അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സംവരണമോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയോ ഒന്നുമല്ല. ഇപ്പം വളരെ കൃത്യമായിട്ട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന, എക്കണോമിക്കലി അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പം അത് ഏതെങ്കിലും ഒരു സമരത്തെ ഉരുത്തിരിച്ച് അട്ടിമറിക്കാൻ ഉള്ളൊരു ശ്രമമാണ്. അട്ടിമറിക്കാൻ ഉള്ള ശ്രമം എത്രത്തോളം ഇന്ത്യയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ല. അതിന് സാധ്യത വളരെ കുറവാണ്. തുലവും 75% സാധ്യത കുറവാണ്. പക്ഷേ അട്ടിമറി നടന്നില്ലെങ്കിലും ഇപ്പോൾ രാജ്യത്ത് ഒരു ഇതുപോലുള്ള സമരങ്ങൾ രാജ്യത്ത് ഉടനീളം വ്യാപിച്ചാൽ ആ രാജ്യത്തിൻ്റെ പുരോഗതി അത് ബാധിക്കും. അതായത് ആ രാജ്യത്ത് ബിസിനസ് വരുന്നതിന് കോടീശ്വരന്മാർ തയ്യാറാവത്തില്ല, നല്ല വ്യവസായികൾ തയ്യാറാവത്തില്ല, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ക്രയവിക്രയങ്ങൾ, കയറ്റുമതി ഇറക്കുമതി, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള രാജ്യ പുരോഗതിയിലേക്കുള്ള പോക്ക്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള പോക്കിന് തടസ്സം വരുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെയും രണ്ടാമതെയും ഒക്കെ സാമ്പത്തിക ശക്തിയാവാൻ വേണ്ടിയുള്ള വളർച്ചയിലേക്കുള്ള ആ വളർച്ചയിൽ ഊന്നിയുള്ള പ്രവർത്തനത്തെയൊക്കെ ബാധിക്കും. അതും രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5 നൂറ്റാണ്ടിനപ്പുറമുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ 10 കൊല്ലമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ജാതീയ സമവാക്യങ്ങൾ അവിടെ ഇവിടെയും ഈ CA പോലുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ ഇന്ത്യക്ക് അകത്ത് നടന്നിരുന്ന ഒരു കൊല്ലത്തിലൊരു 10-100 ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു മഹാരാജ്യത്ത് ഈ 10 കൊല്ലമായിട്ട് ഈ അങ്ങനത്തെ വർഗീയ സംഘർഷങ്ങൾ വരെ കുറഞ്ഞ് മനുഷ്യൻ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ വന്ന് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മുൻപുള്ളതിനേക്കാട്ടിലൊക്കെ കുറഞ്ഞിരുന്നൊരു സമയമാണ്. അപ്പോൾ വീണ്ടും അതേ രീതിയിലേക്ക് രാജ്യത്തെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ സംഭവിച്ചതും ഇപ്പം മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മണിപ്പൂരിലെ വിഷയം എന്താണ്? ഈ സംവരണ വിഷയമാണ്. ഈ സംവരണ വിഷയമാണ് അവിടെ കലാപമായിട്ട് മാറിയത്. അത് കോടതി വിധിയാണ്. കോടതി വിധി അതിന് മറിച്ചുള്ള വിധി വന്നിടക്കുകയും അവിടുത്തെ കലാപം നിൽക്കുന്നില്ല. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ പട്ടാളം ഇടപെട്ട് അവിടുത്തെ മ്യാൻമറിൽ നിന്ന് വന്നിട്ടുള്ള കുക്കി ഭാഗത്തുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടെത്തി വെളിയിൽ വിട്ടുകൊണ്ട് അവരെ കണ്ടെത്തി ഗവൺമെൻറ് വെളിയിൽ വിടാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും അത് ഡ്രോൺ ആക്രമണം നടന്ന് വീണ്ടും അവിടെ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഒരു രാജ്യത്തെ സംസ്ഥാനത്തിനകത്ത് മിസൈൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ വരെ ഏതോ രാജ്യം അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യമോ ബാക്കിയുള്ള അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ സഹായത്തിൽ അവിടെ നടക്കുന്നു. ഈ ഒരു കലാപം വ്യാപിച്ചാൽ പോരെ. അപ്പം ഈ കലാപങ്ങളുടെ എല്ലാം ഉറവിടം ഒരു ജാതിയും ഒരു മതവും ഒരു സംവരണവും ഒക്കെയാണ്. അതേ രീതിയിലേക്കുള്ള ഒരു പാറ്റേണുമായിട്ടാണ് കുറേ കാലവുമായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആൾക്കാർ കേൾക്കുമ്പോൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യം അത് നടപ്പാക്കാൻ എത്രമാത്രം ഒരു രാജ്യത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഭരണാധികാരികൾക്കും കൂടുതൽ അറിവുള്ളവർക്കും മാത്രം അറിയാവുന്നതുണ്ട്. അതുപോലെ തന്നെ അത് നടപ്പായി വന്നാൽ ഇവിടുത്തെ രാജ്യത്തിനകത്തെ 14,000 ജാതിയുള്ള അകത്തെ ആൾക്കാർ തമ്മിലുള്ള സ്പർദ്ധ എത്രത്തോളം വർദ്ധിക്കുമെന്നൊക്കെ വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കി ആരുടെയൊക്കെ ഉപദേശത്തോടു കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് വളരെ കുറേ കാലമായിട്ട് ഈ ഒരു മുദ്രാവാക്യം. ഈ അടുത്ത ദിവസങ്ങളിൽ ഇദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി പോർട്ടർമാരുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ ജാതി എന്തുവാണ്, നിങ്ങൾ കുറഞ്ഞ ജാതിയല്ലേ, ട്രെയിൻ ഓടിക്കുന്ന ആൾ വേറെ ജാതിയല്ലേ, ട്രെയിന് ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വേറെ ജാതി, ഈ രീതിയിൽ സാധാരണ അണ്ടിയാപ്പീസിൽ പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സ്വയം നമ്മുടെ കാണത്തില്ലയോ അവരെ കുറ്റം പറയല്ല, അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് കുറവുണ്ട്, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കുശുമ്പും കുന്നായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അപ്പുറത്താളിന്റെ കുറ്റം പറയും ഇപ്പുറത്താളിന്റെ കുറ്റം പറയും. ആ രീതിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നെഹ്റു കുടുംബത്തിന്റെ അല്ലെങ്കിൽ വളരെ കാലമായിട്ട് MP നാളെ പ്രധാനമന്ത്രിയാവേണ്ട ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പോർട്ടർ എടുത്ത് ജാതി ചോദിക്കുക,
നിങ്ങളുടെ ജാതിയാണോ ട്രെയിൻ ഓടിക്കുന്ന ആളുടെ ജാതി, നിങ്ങളെന്ന് ഈ പോർട്ടറായിട്ട് കിടക്കുക, ഈ രീതിയിൽ ജാതി പറഞ്ഞു പോകുന്ന, ആ രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ ജാതി പ്രശ്നം ഇന്ത്യയിൽ ഉടലെടുത്ത് അതൊരു കലാപത്തിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയുടെ പുരോഗതിയെ പുറകോട്ട് നയിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ അമേരിക്കയിലെ പോക്കും അതിനു മുമ്പുള്ള മുദ്രാവാക്യവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാജ്യത്തുടനീളം നടക്കുന്ന സംഘർഷങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു സംഘർഷത്തിലേക്കുള്ള പോക്കാണ്. അതിനാക്കം കൂട്ടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വീണ്ടും ശ്രമിക്കുന്നു. അതിനുവേണ്ടി ആയിരിക്കുമോ അമേരിക്കയിൽ പോയത്? പുതിയ ടൂൾ കിറ്റുമായി ഒട്ടൊക്കെ ആയിരിക്കുമോ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത്? അതെ, മാത്രമല്ല അമേരിക്കയിൽ പോയി അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ഇന്ത്യയെ വളരെ മോശപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ്. അത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യും. ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പറ്റിയുള്ള ഒരു ധാരണ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു ഇന്ത്യക്കാരൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും. അപ്പോൾ ബിസിനസ്സുകാർ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കോടീശ്വരന്മാരിവിടെ വരാൻ സാധ്യതയില്ല. ഏത് രീതിയിലും ഇന്ത്യ മോശമാണെന്ന് വരുത്തീർക്കുകയും ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജാതി സെൻസസ് അദ്ദേഹം കലാപത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ? മോദി, അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ച് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അമേരിക്കൻ പോക്കിനെ പറ്റിയും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ചടിലമായ നീക്കം കൊണ്ടാണ് പല കലാപങ്ങളും. പലരും നേരത്തെ നമ്മൾ ചോദിക്കുമല്ലോ, എന്താ കുക്കികളെ 4 വെടിവെച്ചാൽ പോരെ, അല്ലെങ്കിൽ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാത്ത ഇത് അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ അവിടെ വിഷയങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായി അതിൽ നിന്ന് കാര്യങ്ങൾ ഉടലെടുപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ളൊരു ശ്രമമാണ്. ഇത് ബാഹ്യമായ ശ്രമങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ സമരം ചെയ്യുന്നതും വടിയെടുത്ത് അടിക്കുകയും അല്ലെങ്കിൽ പോലീസിനെ തല്ലുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ സോഴ്സ് ഉണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, അല്ലെങ്കിൽ നമുക്കിടെ ശത്രു രാജ്യങ്ങളുണ്ട്. അതെല്ലാം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.